Hello everyone, welcome to Mehars Kitchen. ഇന്ന് നമുക്ക് ഒരു തനി നാടൻ മട്ടൻ കറിൻ്റെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റിയായ തനി നാടൻ മട്ടൻ കറി റെസിപ്പി. മമ്മിൻ്റെ റെസിപ്പിയാണ്. മമ്മിനോട് ചോദിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടേസ്റ്റിയായ മട്ടൻ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വലിയ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കണം. 1 കിലോ മട്ടനാണിത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 സവാള എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെക്കാം. പിന്നെ 3 തക്കാളി, മീഡിയം സൈസ് തക്കാളി എടുത്തിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെക്കാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 10-15 അണ്ടിപ്പരിപ്പാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 5-8 കഷ്ണം ഏലക്ക, 5-8 ഗ്രാമ്പൂ, പിന്നെ 2-3 കഷ്ണം പട്ട. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് മല്ലിയില അരിഞ്ഞത്. ഇതൊക്കെയാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം, അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള സോഫ്റ്റ് ട്രാൻസ്ലൂസൻ്റ് ആവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, പിങ്കിഷ് കളറായിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കാം. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ തക്കാളിയും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, മാഷ് ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് തണുപ്പിച്ചെടുക്കാം. തണുത്തതിന് ശേഷം ഇത് നന്നായിട്ട് പേസ്റ്റാക്കി വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം. ഇനി ചെയ്യേണ്ടത് ഒരു കുക്കർ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കോ ചെയ്യാം. ഓയിൽ ചൂടായതിലേക്ക് ഉലുവ, ചെറിയ ജീരകം, ഏലക്ക, ഗ്രാമ്പു, പട്ട ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ പൊട്ടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് 2 മിനിറ്റോളം വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി 2 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണക്കം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം, മട്ടൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മട്ടൻ ചേർത്തതിന് ശേഷം ഇത് ഗ്യാസിൻ്റെ തീ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിലാക്കുന്നത്. ഇനി നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് ഇതൊരു വൈറ്റ് കളർ ആക്കിയെടുക്കണം. മട്ടൻ്റെ കളറൊക്കെ മാറുന്ന വരെ വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് മസാല ഇടാം. അങ്ങനെ മട്ടന്ന് വെള്ളമൊക്കെ വറ്റിയിട്ട് കളറൊക്കെ മാറിയിട്ട് മട്ടൻ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ടു ലോ ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച സവാള, തക്കാളി, അണ്ടിപ്പരിപ്പും പേസ്റ്റ് ഇത് നന്നായിട്ട് വെള്ളമില്ലാതെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മഞ്ഞളും മുളകും മഞ്ഞയും പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വഴറ്റിയെടുക്കണം. മസാലയിൽ നിന്ന് എണ്ണയൊക്കെ പുറത്ത് തെളിയണ വരെ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു 5-8 മിനിറ്റ് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് നമ്മൾ മസാല വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 1 മിനിറ്റോളം വീണ്ടും നമുക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം, 2 കപ്പ് വെള്ളം ഒഴിക്കണം. ആദ്യം 1 കപ്പ് ഞാൻ ആ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി 1 കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 4 വിസിൽ വരുന്ന വരെ നമുക്ക് ഇറച്ചി വേവിച്ചെടുക്കാം. 4 വിസിലാണ് ഞങ്ങൾ ഇറച്ചിൻ്റെ പാകം. നിങ്ങൾ ഇറച്ചിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് വിസിൽ അടുപ്പിച്ചിട്ട് ഇറച്ചി വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇറച്ചിയൊക്കെ വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു 3/4 കപ്പ് തേങ്ങാപ്പാലാണ്. കട്ടിയുള്ള തേങ്ങാപ്പാൽ
കിട്ടാത്ത സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്യാം. ഏത് കമ്പനീൻ്റെ ആയാലും കുഴപ്പമില്ല. ഒരു 3-4 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. കട്ടിയായിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ ഇതാ 4 വിസിൽ അടുപ്പിച്ചിട്ട് നമ്മൾ മട്ടൺ ഇവിടെ റെഡിയാണ്. നന്നായിട്ട് വേവിച്ച് കിട്ടിയിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ മട്ടണിനനുസരിച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് പുറത്തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസിൻ്റെ തീ മീഡിയമിലാക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് 10 മിനിറ്റോളം നന്നായിട്ടിത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. നല്ല കറിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഇടാം. ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് സെർവ് ചെയ്യാം. അടിപൊളി മട്ടൺ മസാലക്കറി റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്. തനിനാടൻ മട്ടൺ മസാലക്കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് പൊറോട്ട, ചപ്പാത്തി, നെയ്ച്ചോറ്, സാദാ ചോറ് എന്തെങ്കിലും വേണമെങ്കിലും ഇട്ട് കഴിച്ച് എൻജോയ് ചെയ്യാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.